പേരക്കുട്ടിയെ തെരഞ്ഞ വീട്ടിലെത്തിയ പോലീസ് അമ്മൂമ്മയെ മർദ്ദിച്ചതായി പരാതി. പോലീസ് അതിക്രമത്തിൽ മർദ്ദനമേറ്റ ഗുരുവായൂർ താമരയൂർ രായമരക്കാർ വീട്ടിൽ പരേതനായ മോനുണ്ണിയുടെ ഭാര്യ 65 വയസ്സുള്ള ജമീലയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ജമീലയുടെ മകൾ നൌഷജയുടെ മകൻ റിസാലിനെ തെരഞ്ഞാണ് ഗുരുവായൂർ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയത്. അടിപിടി കേസിൽ ഉൾപ്പെട്ട റിസാൽ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ടും പോലീസ് അത് വകവയ്ക്കാതെ വീടിനകത്ത് കയറി പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് റിസാലിന്റെ മുറിയിൽ കയറിയ പോലീസ് അലമാര തുറന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇത് ചോദ്യം ചെയ്തതിനാണ് ഇവരോട് പോലീസ് ക്രൂരത കാട്ടിയത്. അലമാര തുറക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച ജമീലയുടെ കവിളിൽ കൂട്ടിപ്പിടിച്ച് പോലീസ് നിലത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് ആശുപത്രിയിൽ കഴിയുന്ന ജമീല പറഞ്ഞു. അങ്ങനെ കാക്കിരാത്ത ആളകത്ത് കടന്ന് അളമാരി തുറക്കാൻ നോക്കുമ്പോ ഞാൻ ഓടിച്ചെന്ന് എന്തിനാണ് അളമാരി തുറക്കണത് എന്ന് ചോദിച്ചു. അതോടുകൂടി ഇന്നങ്ങനെ പിടിച്ച് ഒരൊറ്റ തള്ളില് ഞാൻ ഇരിക്കും, തല വീണു. പിന്നെ എന്തുണ്ടായി എന്നൊക്കെ അറിയില്ല, പിന്നെ നിക്കാൻ പറ്റണില്ല. അതോടുകൂടി അയാൾ പോയി. വീഴ്ചയുടെ ആഘാതത്തിൽ ജമീലയ്ക്ക് പിന്നീട് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ജമീല തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് മക്കളെത്തി ഉമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വാഹനത്തിൽ കയറ്റുന്നതിനിടെയും പോലീസുകാർ വീണ്ടുമെത്തി വാതിൽ തുറക്കാനാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറഞ്ഞു. വീണ്ടും അവരൊരു കാറിൽ വന്നു 4-5 ആള്. ആ വാതില് പൂട്ടിയ വാതില് തുറക്കാൻ പറഞ്ഞവര്. അപ്പൊ എന്റെ മോള് പറഞ്ഞ് തുറക്കാൻ പറ്റില്ല, ഞങ്ങള് ഹോസ്പിറ്റലിൽ, എന്റെ ഉമ്മാക്ക് സീരിയസ് ആണ്, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. പരിക്കേറ്റ ജമീലയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പിന്നീട് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ തള്ളലേറ്റ് വീണതിനെ തുടർന്ന് ഗർഭപാത്രത്തിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെന്നും മൂത്രം പോകാൻ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തിനും അതിക്രമത്തിനും എതിരെ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകുമെന്ന് മകൻ നൌഷാദ് പറഞ്ഞു. ഇന്നലെ ഒരു 5 മണി 5:30 കൂടിയിട്ട് ഗുരുവായൂർ പോലീസ് വന്നിട്ട് എന്റെ പെങ്ങളെ മകനായിട്ട് എന്തൊരു ചെറിയ വിഷയത്തിന്റെ പേരിൽ വന്ന് പെങ്ങളെ മകൻ അവിടെ ഉണ്ടോന്ന് പോലീസ് ചോദിച്ചു നോക്കുമ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂന്ന്. അങ്ങനെ ഗുരുവായൂർ പോലീസ് അകത്ത് കയറി ഉമ്മാനെ മർദ്ദിച്ചു. ഉമ്മ സുഖമില്ലാത്ത ഒരാളാണ്, ഉമ്മാനെ പിടിച്ച് തള്ളിയിട്ടു. ഇത് ഞങ്ങൾ ഏത് അറ്റം വരെ ഞങ്ങൾ പോകും. ഇനി മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. ഇനി ഈ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാവരുത്. എന്നാൽ അതേസമയം ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു. അന്വേഷണത്തിനായി വീട്ടിൽ ചെന്നിരുന്നുവെന്ന് സമ്മതിച്ച പോലീസ് ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും മർദ്ദനമോ മറ്റു സംഭവങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി.